ഹലോ ഫ്രണ്ട്സ്, ഈ ടെക് ഇലക്ട്രോണിക്സിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മൾ മുമ്പൊരു വീഡിയോ ചെയ്തിരുന്നു, എച്ച് ഔട്ട് മാറിയിട്ട് ഉടൻ പോകുന്നു എന്ന് പറഞ്ഞൊരു കംപ്ലൈന്റിന്റെ വീഡിയോ നമ്മൾ ചെയ്തിരുന്നു. അപ്പോൾ ആ വീഡിയോയിൽ ഞാൻ പറയാതിരുന്ന കുറച്ച് കാര്യങ്ങളാണ്, പറയാൻ വിട്ടുപോയ കുറച്ച് കാര്യങ്ങളാണ് ഇന്ന് നമ്മൾ ഈ വീഡിയോയിലൂടെ പറയുന്നത്. അപ്പോൾ എനിക്ക് പലരും മെസ്സേജ് അയച്ചിരുന്നു, ബ്രോ ഈ കാര്യം പറഞ്ഞിട്ടില്ല എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ അതൊക്കെ ഞാൻ അന്ന് വിട്ടുപോയ കാര്യങ്ങളാണ്. അപ്പോൾ ഓർമ്മിപ്പിച്ച എല്ലാവർക്കും നന്ദി. തുടർന്ന് നിങ്ങൾ മെസ്സേജുകൾ അയയ്ക്കുക. അപ്പോൾ പഴയ വീഡിയോ കാണാത്തവർക്ക് അതിൻ്റെ ലിങ്ക് താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്, ആ വീഡിയോ നിങ്ങൾക്ക് കാണാം. അതോടൊപ്പം നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ തീർച്ചയായിട്ടും ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ഈ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ ഫ്രണ്ട്സിന് ഒന്ന് ഷെയർ ചെയ്യുക. അപ്പോൾ ഇന്ന് ഞാൻ കാണിക്കാൻ പോകുന്ന എല്ലാ കംപ്ലൈൻ്റ് ആയിട്ട് എനിക്ക് കാണിച്ചു തരാൻ പറ്റില്ല, കാരണം എല്ലാ കംപ്ലൈൻറ്റോട് നമുക്ക് ഒരുമിച്ച് കിട്ടില്ലല്ലോ. അപ്പോൾ അതിൽ ഞാൻ നിങ്ങൾക്ക് ആ കമ്പോണൻസ് കാണിച്ചു തന്നിട്ട് ഏതൊക്കെ കാരണങ്ങൾ കൊണ്ട് ഈ പ്രശ്നം ഉണ്ടാവാം എന്ന് ഞാൻ കാണിച്ചു തരാം. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോവാം. ഇതൊരു LGയുടെ ബോർഡാണ്. ഈ LGയുടെ ബോർഡിനകത്ത് നമുക്ക് സിംഗിൾ ചിപ്പ് ഉണ്ട്. ഈ സിംഗിൾ ചിപ്പിൽ ഡ്രൈ ഉണ്ടെന്നുണ്ടെങ്കിൽ എച്ച് ഔട്ട് നമ്മൾ ഇട്ട ഉടനെ പോകാൻ സാധ്യതയുണ്ട്. അതുപോലെ എച്ച് ഔട്ട് ചൂടായി കുറച്ച് കഴിഞ്ഞ് ഒരു 1-2 മണിക്കൂർ കഴിഞ്ഞിട്ടും ചിലപ്പോൾ ഒരു ദിവസം കഴിഞ്ഞിട്ടും ഒക്കെ പോകാൻ സാധ്യത ഈ സിംഗിൾ ചിപ്പിന് ഡ്രൈ വന്നാൽ സംഭവിക്കാറുണ്ട്. നമ്മൾ LGയുടെ ബോർഡ് നമ്മൾ എച്ച് ഔട്ടൊക്കെ മാറുമ്പോൾ അത് ഡ്രൈ അടിക്കാൻ ശ്രദ്ധിക്കണം. അതോടൊപ്പം ഇവിടെ നമുക്കൊരു ക്രിസ്റ്റൽ ഉണ്ട്. ഈ ക്രിസ്റ്റൽ ഡ്രൈ വന്നാലും എച്ച് ഔട്ട് ഉടനെ പോകും. അതുകൊണ്ട് നമ്മൾ എച്ച് ഔട്ട് മാറുമ്പോൾ ഈ ക്രിസ്റ്റലും ഒന്ന് ഡ്രൈ അടിക്കാൻ ശ്രദ്ധിക്കണം. ഇതാണ് ആ ക്രിസ്റ്റല്. ഇത് നമ്മൾ ഉറപ്പായിട്ടും ഡ്രൈ അടിച്ചിട്ടിരിക്കും. പിന്നെ അതുപോലെ നമുക്ക് ഇപ്പോൾ എച്ച് ഔട്ട് മാറിയിട്ടിട്ട് ഓവറായിട്ട് ഹീറ്റ് ആവുന്നു, അതല്ലെങ്കിൽ ചിലപ്പോൾ ഒരു ദിവസം കഴിഞ്ഞു പോകുന്നു എന്ന് വരുന്ന കംപ്ലൈൻറ്റിന് നമ്മൾ ഈ HDT, ഇതാണ് HDT കോയിൽ. HDT കോയിലിന് സപ്ലൈ ഇൻപുട്ട് വോൾട്ടേജ് വരുന്ന ലൈനിൽ ഒരു ഫിൽട്ടർ കപ്പാസിറ്റർ ഉണ്ടാവും. ആ കപ്പാസിറ്റർ വീക്ക് ആണെന്നുണ്ടെങ്കിൽ ഈ എച്ച് ഔട്ട് ഓവറായിട്ട് ഹീറ്റ് ആവും. അതുപോലെ 2 ദിവസമോ ചിലപ്പോൾ ഒരു ദിവസമോ ഒക്കെ കഴിയുമ്പോൾ അത് പോവുകയും ചെയ്യും. അപ്പോൾ നമ്മൾ ആ ഒരു കപ്പാസിറ്ററും നമ്മളൊന്ന് ചേഞ്ച് ചെയ്യണം. അതുകൊണ്ട് ഇതാണ് ആ കപ്പാസിറ്റർ 4.7. അത് എല്ലാ ടി വിക്കും അത് ബാധകമാണ്. ഈ കപ്പാസിറ്റർ വീക്ക് ആണെങ്കിൽ നമ്മുടെ എച്ച് ഔട്ട് ഓവറായിട്ട് ഹീറ്റ് ആവും. അതായത് ഇതിൻ്റെ സപ്ലൈ വോൾട്ടേജിൽ വരുന്ന ഫിൽട്ടർ കപ്പാസിറ്റർ. ഇത് സാംസങ് ബോർഡാണ്. ഈ സാംസങ് ബോർഡിനകത്ത് എച്ച് ഔട്ട് ഇടുമ്പോൾ ഉടനെ പോകുന്ന ഒരു കാരണം, ഈ ഇട്ടേക്കുന്ന ഒരു ഡയോഡുണ്ട്. ഡയോഡ് വലിയ ഡയോഡായിരിക്കും ഉണ്ട്. ഇതാണ് ആ ഡയോഡ്. ഈ ഡയോഡ് ഷോർട്ടിങ് ആണെന്നുണ്ടെങ്കിൽ, അതുകൊണ്ട് ഇതാണ് അതിൻ്റെ പോയിന്റ്. കണ്ടിത്, ഈ ഡയോഡ് ഷോർട്ടിങ് ആണെങ്കിൽ നമ്മുടെ എച്ച് ഔട്ട് അപ്പം തന്നെ പോകും. ഇത് സാംസങ്ങിനകത്ത് വരുന്നതാണ്. സാംസങ്ങിനകത്തും നമ്മുടെ സിംഗിൾ ചിപ്പ് ഡ്രൈ വരാം, അതുപോലെ ക്രിസ്റ്റൽ ലൂസ് വരാം. അതിനകത്തും ക്രിസ്റ്റൽ ഉണ്ട്. അപ്പോൾ അതും നമ്മൾ ശ്രദ്ധിക്കണം. അപ്പോൾ നിങ്ങൾക്ക് ഒരുവിധം കാര്യങ്ങളൊക്കെ മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. ഇനിയിപ്പോൾ നമ്മൾ പുറത്ത് വെച്ചിട്ട് ബോർഡ് പുറത്ത് വെച്ചിട്ടാണ് ചെക്ക് ചെയ്ത് കഴിയുമ്പോൾ എല്ലാം ഓസിലേഷൻ എല്ലാം കൃത്യമായിട്ടുണ്ട്. അത് കഴിഞ്ഞിട്ട് നമ്മൾ ട്യൂബിൽ കണക്ട് ചെയ്യുമ്പോഴാണ് എച്ച് ഔട്ട് പോകുന്നതെങ്കിൽ അത് നമ്മുടെ യോക്ക് കോയിൽ പ്രശ്നമായിരിക്കും. അതുകൊണ്ടാണ് നമ്മുടെ എച്ച് ഔട്ട് ഉടനെ പോകുന്നത്. യോക്ക് കോയിൽ ഷോർട്ടിങ് ഉണ്ടാവാം, ക്ലാവ് പിടിച്ചിട്ട് പ്രശ്നങ്ങളുണ്ടാവും. അതുകൊണ്ട് നമ്മൾ പുറത്ത് വെച്ച് ഓസിലേറ്റ് ചെയ്യുമ്പോൾ ഓക്കെയാണ്, ട്യൂബിൽ കൊടുത്ത ഉടനെയാണ് പോകുന്നതുണ്ടെങ്കിൽ നമ്മുടെ യോക്ക് കോയിൽ പ്രശ്നമാണ്. എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യുക, റിപ്ലൈ ചെയ്യുന്നതായിരിക്കും. അപ്പോൾ നിങ്ങൾ ഈ മറക്കാതെ ഈ ചാനലിലൂടെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കുക. അതോടൊപ്പം വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്തേക്കുക. അപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും കണ്ടന്റിനെ കുറിച്ച് വീഡിയോ ആവശ്യമുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അതും ഒന്ന് കമൻറ്റ് ചെയ്യുക. അപ്പോൾ നമുക്കിനി അടുത്തൊരു വീഡിയോയിൽ കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്.